എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വരാൻ പോകുന്ന LGS പരീക്ഷകളിലും അതോടൊപ്പം തന്നെ 10th ലെവൽ പ്രിലിം എക്സാമിലും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ജോഗ്രഫി ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ ചൈന, ഓപ്ഷൻ ബിയിൽ ജപ്പാൻ, ഓപ്ഷൻ സിയിൽ ഇന്ത്യ, ഓപ്ഷൻ ഡിയിൽ നൈജീരിയ എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്. ചൈനയാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്താണ്? ചൈനയിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ എയിൽ നൽകിയിരിക്കുന്നത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കരയതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണെന്നാണ് നൽകിയിരിക്കുന്നത്. ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്ന ഗൾഫ് ഓഫ് മന്നാറും പാക് കടലിടുക്കും ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നു എന്നാണ്. ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്നത് റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്നു. ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ വേർതിരിക്കുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എയും ബിയും സിയും എന്താണ് തന്നിരിക്കുന്നതിൽ ശരിയാണ്. നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ വേർതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലാണ് ഖൈബർ ചുരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കരയതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഗൾഫ് ഓഫ് മന്നാർ പാക് കടലിടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയും വേർതിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. അടുത്തായിട്ട് ഇവിടെ നൽകിയിരിക്കുന്ന 5 ചോദ്യങ്ങളാണ്. ഈ 5 ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം ഇതിന്റെ ഉത്തരം കിട്ടുന്നുണ്ട് സ്വയം ഒന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഒന്നാമതായിട്ട് ഇവിടെ പരിചയപ്പെടുന്നത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എയിൽ അർജന്റീന, ഓപ്ഷൻ ബിയിൽ അൾജീരിയ, ഓപ്ഷൻ സിയിൽ ബ്രസീൽ, ഓപ്ഷൻ ഡിയിൽ സൗദി അറേബ്യ എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എയിൽ ദോഡ ബേട്ട, ഓപ്ഷൻ ബിയിൽ ആനമുടി, ഓപ്ഷൻ സിയിൽ മഹേന്ദ്രഗിരി, ഓപ്ഷൻ ഡിയിൽ മഹാബലേശ്വർ എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 14ാമത്തെ ചോദ്യമായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്, താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് എന്നാണ്. വൂളാർ തടാകം ഓപ്ഷൻ എയിൽ, ഓപ്ഷൻ ബിയിൽ ദാൽ തടാകം, ഓപ്ഷൻ സിയിൽ ലോക്തക് തടാകം, ഓപ്ഷൻ ഡിയിൽ സംബാർ തടാകം. അടുത്ത ചോദ്യം, സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. ഓപ്ഷൻ എ നർമ്മദ, ഓപ്ഷൻ ബിയിൽ കൃഷ്ണ, ഓപ്ഷൻ സിയിൽ സത്ലജ്, ഓപ്ഷൻ ഡിയിൽ മഹാനദി എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എയിൽ ബൊക്കാറോ, ഓപ്ഷൻ ബിയിൽ ദുർഗാപൂർ, ഓപ്ഷൻ സിയിൽ റൂർക്കേല, ഓപ്ഷൻ ഡിയിൽ ബിലായ് എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 5 ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. ഇതിന്റെ ഉത്തരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. ഒന്നാമത്തെ ചോദ്യമായിട്ട് ഞാൻ ചോദിച്ച താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം എന്നാണ്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ബ്രസീൽ എന്നതാണ് ഉത്തരമായിട്ട് വരിക. നമുക്കറിയാം 5ാമത്തെ സ്ഥാനത്ത് തന്നെ ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാമതാണ്. ബ്രസീലിന്റെ സ്ഥാനം എത്രാമതാണ്? 5ാം സ്ഥാനത്താണ്. ഇന്ത്യയുടെ ഉപദ്വീപ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടി കൊടുമുടി വെച്ചാൽ ആനമുടിയാണ് ഉത്തരമായിട്ട് വരിക. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏത്? വൂളാർ തടാകം, ദാൽ തടാകം, ലോക്തക് തടാകം എന്നിവ ശുദ്ധജല തടാകമാണ്. എന്നാൽ സംബാർ തടാകം എന്തല്ല? ശുദ്ധജല തടാകമല്ല. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ്? നർമ്മദ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് റൂർക്കേലയാണ്. ഇനി ഇവിടെ നൽകുന്നത് 4 ചോദ്യങ്ങളാണ്. 4 ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം. ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. അതിനുശേഷം ഉത്തരത്തിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം, കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ എയിൽ ഒഡീഷ, ഓപ്ഷൻ ബിയിൽ ജാർഖണ്ഡ്, ഓപ്ഷൻ സിയിൽ മധ്യപ്രദേശ്, ഓപ്ഷൻ ഡിയിൽ ഛത്തീസ്ഗഡ്. അടുത്ത ചോദ്യം, ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ എയിൽ ഹാൽദിയ അലഹബാദ്, ഓപ്ഷൻ ബിയിൽ സാദിയ ദുബ്രി, ഓപ്ഷൻ സിയിൽ കോട്ടപ്പുറം കൊല്ലം, ഓപ്ഷൻ ഡിയിൽ കാക്കിനാട പുതുച്ചേരി. അടുത്ത ചോദ്യം, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണെന്നാണ്. ഓപ്ഷൻ എ ഹൈദരാബാദ്, ഓപ്ഷൻ ബി പൂനെ, ഓപ്ഷൻ സി ബാംഗ്ലൂർ, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. നറോറോ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അടുത്ത ചോദ്യം. തമിഴ്നാട് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി രാജസ്ഥാൻ. അപ്പോൾ ഇതിന്റെ ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഉത്തരത്തിലേക്ക് വരാം. ആദ്യം കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഛത്തീസ്ഗഡ് എന്നാണ്. നമ്മളിത് പഠിച്ചു വെക്കുക. കോർബ കടിച്ച് ചത്തുപോയി എന്ന് കോഡിലൂടെ നമ്മൾ പഠിച്ചു വെക്കും. അപ്പോൾ അതിൽ നിന്ന് കോർബ, ചത്തുപോയി എന്നതിൽ നിന്ന് ഛത്തീസ്ഗഡും കിട്ടും. ഇനി അടുത്തത്, ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സാദിയ ദുബ്രി. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദാണ്. നറോറോ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ബംഗാളി ഭാഷയിലാണ്. അടുത്ത 2 ചോദ്യങ്ങളിലൂടെ കടന്നു വരാം. അതിൽ ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാതകം ഏതാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നാണ്. ചിനൂക്ക്, ഹാർമാറ്റൻ, ലൂ, ഫൊൻ എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം,
ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക എന്നാണ്. ഇവിടെ രണ്ട് ഇതിൽ തന്നിട്ടുണ്ട്, 1, 2, 3, 4 തന്നിട്ടുണ്ട്, ABCD തന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നമ്മൾ ക്രമപ്പെടുത്തണം, മാച്ച് ചെയ്യണം. ഇവിടെ 1 കൊടുത്തിരിക്കുന്ന കിഴക്കാണ്, 2 കൊടുത്തിരിക്കുന്ന പടിഞ്ഞാറ്, 3 കൊടുത്തിരിക്കുന്ന തെക്ക്, 4 കൊടുത്തിരിക്കുന്ന വടക്ക്. A എന്ന് പറയുന്നത് ഹിമാലയ പർവ്വതം, B എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രം, C എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടൽ, D എന്ന് പറയുന്ന അറബിക്കടൽ. അപ്പോൾ കിഴക്ക് ഏത് അതിർത്തിയാണ് വരുന്നത്, പടിഞ്ഞാറ് ഏത് അതിർത്തിയാണ് വരുന്നത്, തെക്ക് ഏത് അതിർത്തിയാണ് വരുന്നത്, വടക്ക് ഏത് അതിർത്തിയാണ് വരുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ 9ഉം 11ഉം, അതിൽ 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. ലു എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം തന്നിരിക്കുന്ന ഏതാണ്? ലു ആണ് ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കിഴക്ക് എന്ന് പറയുമ്പോൾ, പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ, തെക്ക് എന്ന് പറയുമ്പോൾ, വടക്ക് എന്ന് പറയുമ്പോൾ ഏതാണ് വരിക എന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ തെക്കിലേക്ക് ആദ്യം വരാം. തെക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ മഹാസമുദ്രമാണ്. അപ്പോൾ 3 എന്ന് പറയുന്നത് ബിയുമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? യോജിപ്പിക്കേണ്ടത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതാ ഈ ഒരു ഓപ്ഷൻ നമുക്ക് കളയാം, ഈ ഒരു ഓപ്ഷൻ നമുക്ക് കളയാം, ഈ ഒരു ഓപ്ഷനും കളയാം. ഒറ്റയടിക്ക് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ കിഴക്ക് ഭാഗത്തായിട്ട് വരുന്ന ഏതാണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ബംഗാൾ ഉൾക്കടലാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നത് ഏതാണെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ട അറബിക്കടലാണ്. ഇനി തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഉത്തരമായിട്ട് വരിക ഇന്ത്യൻ മഹാസമുദ്രമാണ്. വടക്ക് നമ്മൾ മാച്ച് ചെയ്യേണ്ടത് ഹിമാലയ പർവ്വതവുമായിട്ടാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ വീണ്ടും ഒരു 3 ചോദ്യം തന്നിരിക്കുകയാണ്. ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടുമെന്ന് നോക്കാം, അതിനുശേഷം ഉത്തരത്തിലേക്ക് വരാം. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ സമതലങ്ങൾ, ഓപ്ഷൻ ബി പീഠഭൂമികൾ, ഓപ്ഷൻ സി നദികൾ, ഓപ്ഷൻ ഡി തീരപ്രദേശങ്ങൾ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഓപ്ഷൻ എ മാൽവ പീഠഭൂമി, ഓപ്ഷൻ ബി ചോട്ട നാഗ്പൂർ, ഓപ്ഷൻ സി ആരവല്ലി, ഓപ്ഷൻ ഡി ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഇത്? ഓപ്ഷൻ എ ജാറിയ, ഓപ്ഷൻ ബി ഛത്തീസ്ഗഡ്, ഓപ്ഷൻ സി നെയ്വേലി, ഓപ്ഷൻ ഡി ഒഡീഷ എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 3 ചോദ്യങ്ങളിലൂടെ കടന്നു വന്നു, ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇതിൻ്റെ ഉത്തരത്തിലേക്ക് ഒന്ന് പോകാം. ഇന്ത്യയിലെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്ന ഏതാണ്? സമതലങ്ങളാണെന്ന് ആരും ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ജാറിയ ആണെന്ന് ആരും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക എന്നാണ്. കൽക്കരി, വേലിയേറ്റം, ജൈവവാതകം, പെട്രോളിയം, സൗരോർജ്ജം എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും അതുപോലെ തന്നെ ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. അതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്, പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കൽക്കരിയുണ്ട്, അതുപോലെ തന്നെ വേലിയോർജ്ജമുണ്ട്, അതുപോലെ ജൈവവാതകമുണ്ട്, പെട്രോളിയം ഉണ്ട്, സൗരോർജ്ജമുണ്ട്. നമുക്കറിയാം ഇതിൽ ഉത്തരമായിട്ട് വരേണ്ടത് 2ഉം വരും, 3ഉം വരും, 5ഉം വരും. 2, 3, 5 എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം? നെല്ല്, ഗോതമ്പ്, കടുക്, പുകയില, ചോളം, പരുത്തി, ചണം, പഴവർഗ്ഗങ്ങൾ, കരിമ്പ്, നിലക്കടല എന്നിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിലൂടെ കടന്നുപോയി ഡിലീഷൻ മെത്തേഡിലൂടെ വേണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാനായിട്ട്. നമ്മൾ ഈ പറയുന്ന റാബി വിളകളുമായി ബന്ധപ്പെട്ടും ഖാരിഫ് വിളകളുമായി ബന്ധപ്പെട്ടും സെയ്ദ് വിളകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഖാരിഫ് വിളകൾ അല്ലാത്തതെന്നാണ്. നമ്മൾ റാബി വിളകളുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കോഡ് പഠിക്കും, കടുപുക പയർ ഗോ ബാക്ക്, കടുപുക പയർ ഗോ ബാക്ക് എന്ന് പറയുന്ന ഒരു കോഡാണ് നമ്മളിവിടെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ കടുകുണ്ട്, പുകയിലുണ്ട്, പയറുണ്ട്, ഗോതമ്പുണ്ട്, ബാർലി ഉണ്ട്. അപ്പോൾ അത് എന്ത് വേണം? നമ്മുടെ ഓപ്ഷനിൽ വരണം. അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും ഈ ഖാരിഫ് വിളകൾ എന്നതുമായി ബന്ധപ്പെട്ട് ഖാരി, അരി, നെല്ല്, ആ ഒരു രീതി നമ്മൾ പഠിച്ചു വെക്കും. അപ്പോൾ ഈ ഖാരിഫ് വിളകൾ അല്ലാത്തത് എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്ത് വരാൻ പാടില്ല? നെല്ല് വരാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷനും നമുക്ക് ഡിലീറ്റ് ആക്കി കളയാം. പിന്നെ നോക്കുക, ഇവിടെ കടുകുണ്ട്, പുകയിലയുണ്ട്, ഗോതമ്പുണ്ട്. കടുപുക പയർ ഗോ ബാക്ക് എന്ന് പറയുമ്പോൾ ഈ 3 എന്ത് വേണം? ഖാരിഫ് വിള അല്ലാത്തത് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരണം. അങ്ങനെയാണെങ്കിൽ 2, 3, 4 നിർബന്ധമായിട്ടും വരണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ഏതില്ല? 3 ഇല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ആ ഒരു രീതിയിലാണ് ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ നമ്മൾ ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഇത് മൊത്തം കാണുമ്പോൾ 10 കാണുമ്പോൾ നമുക്ക് പാടാന്ന് തോന്നിയിട്ട് അടുത്തിലേക്ക് പോരുത്. ഈ ഒരു രീതിയിൽ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കണം. ഇനി അടുത്തത് 2 ചോദ്യം തരാം. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന ഏതാണ്? ചണം, പരുത്തി, കരിമ്പ്, റബ്ബർ എന്നിങ്ങനെ തന്നിട്ടുണ്ട്. കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഉഷ്ണമേഖല വിളയായി കരിമ്പിന് ചൂടും മഴയും കാലാവസ്ഥയാണ് വേണ്ടത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണുള്ളത്. കരിമ്പ് വിളവെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിലെ സുക്രോസിൻ്റെ അളവ് കുറയും എന്ന് നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ 2 ചോദ്യത്തിൻ്റെ ഉത്തരം ലഭിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഉത്തരത്തിലേക്ക് വരാം. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന പരുത്തിയാണ്. ഇനി ഈ തന്നിരിക്കുന്ന കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന എന്നാണ്. അവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ തെറ്റാണ്, 2ാം സ്ഥാനമാണ്.
ഉഷ്ണമേഖല വിളയായ കരിമ്പിന് ചൂട് മഴയുള്ള കാലാവസ്ഥയുമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ശരിയാണ്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്, അതും ശരിയാണ്. കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിലെ സൂക്രോസിൻ്റെ അളവ് കുറയും എന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, 2024 കണക്ക് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് ഗ്ലോബലി സെക്കൻഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉത്തർപ്രദേശാണ്, പിന്നെ മഹാരാഷ്ട്ര, കർണാടകയാണ് വരുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ലോകരാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ബ്രസീലാണ് 1ാം സ്ഥാനത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്നുള്ള ക്ലാസ്സിലൂടെയായിട്ട് പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുകൂട്ടാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.